ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിന്നൊരു പഴയ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. പഴയ വീട്ടിലോട്ട് അപ്പോൾ കാറിലിരുന്ന് ബോറടിക്കേണ്ടതൊക്കെ ഓർത്തിട്ട് ഞാൻ കൊച്ചിൻ്റെ ഒരു ബുക്കൊക്കെ എടുത്ത് വലിയ ചുമ്മാ ഷോയ്ക്ക് കുറേ നേരം കഴിഞ്ഞ് ബുക്കൊക്കെ വായിച്ച് വന്നപ്പോഴാണ് എനിക്ക് വിശക്കുന്നത്. അപ്പോൾ വിശക്കാനത്തൊന്നും ഇല്ലെന്ന് ഓർത്തപ്പോഴാണ് കൊച്ചിനും വിശക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി 2-3 ജെംസ് കൊച്ചിന് കൊടുത്തു. അപ്പോൾ എനിക്ക് 2-3 തന്നു. അപ്പോൾ എൻ്റെയും കൊച്ചിൻ്റെയും ഇപ്പോഴത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ട് കാറിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, കിടന്നുറങ്ങുക, തിന്നുക. ഇതാണ് പരിപാടി. അവനും എന്തോ കാര്യമായിട്ടൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ 1.5 മണിക്കൂറിന് ശേഷം നമ്മൾ വീട്ടിലെത്തി. ഒരു ഭാർഗവീ നിലയം പോലത്തെ ഒരു വീടാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. എന്തൊക്കെയായാലും തൊട്ടടുത്ത് കുതിരകളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കൊച്ചിന് എന്താ ഹോംവർക്ക് ചെയ്യാനുള്ള കൊച്ചിൻ്റെ അമ്മ കൊച്ചിനെയും കൊണ്ട് പോയി. സോ ഞാൻ ബോറടിച്ചിരുന്നപ്പോഴാണ് ഈ ഒരു വീട്ടിൽ തന്നെ ഇവർ ഓൾറെഡി ഒരു ബുക്കുണ്ട്, നമുക്ക് ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ബുക്ക് പോലത്തെ ഒരു സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ക നമ്മളൊരു പോലീസ് ഓഫീസറാണ്, നമ്മുടെ കയ്യിൽ എല്ലാ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എന്താ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. ഇതാണ് സംഭവം. അങ്ങനെ ഞാൻ എൻ്റെ ഗെയിമും എല്ലാം കളിച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് ഇവിടെ എല്ലാവരും കൂടി ഈ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. ഈ ഒരു ഗെയിമിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ ഞാൻ 2-3 റൗണ്ട് കളിച്ചിട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സ്പീഡും വേണം, എന്താ പറയുക, ഭയങ്കര ഒരു സെറ്റപ്പ് സംഭവമാണിത്. അങ്ങനെ ഞാനും ഈ പിള്ളേരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായി. ഞങ്ങൾ കളിയും ബഹളവും ഫുഡ് കഴിക്കലും എല്ലാം ഒരുമിച്ചായിരുന്നു. അതിൽ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ കിടക്കാൻ പോയി. കിടന്നെല്ലാം കഴിഞ്ഞ് രാവിലെ എണീറ്റപ്പോൾ ഓട്സും എന്താ പറയുക യോഗട്ടും ഉണ്ടായിരുന്നു, അത് കൂട്ടി കഴിച്ചു. അതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് ഇവരെല്ലാവരും കൂടി പറഞ്ഞ് നമുക്ക് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വെച്ചാൽ ഓക്കെ നടക്കാൻ പോകാം, വെറുതെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് എന്തിനാന്ന് പറഞ്ഞ് ഞാൻ നടക്കാൻ പോയി പകുതി എത്തിയപ്പോഴാണ് ഞാൻ സത്യം മനസ്സിലായത്. ഞങ്ങളിപ്പോൾ നടന്ന് പകുതിയായിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. എന്നിട്ട് ഇതിനൊരു അവസാനം ഞാൻ ചോദിച്ചു നമ്മളിന്ന് തിരിച്ചു പോകും. അല്ലല്ല, നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. സോ ഐ ആം ട്രാപ്ഡ്. വെറുതെ ഇറങ്ങി തിരിക്കരുതായിരുന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഇല കാണിച്ചിട്ട് ഞാൻ എന്നോട് പറഞ്ഞു ഇത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്, നല്ല ആരോഗ്യത്തിനൊക്കെ നല്ലതെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ കഴിച്ചപ്പോൾ തന്നെ നമ്മുടെ നല്ല ഗാർലിക്കിൻ്റെ അതേ ടേസ്റ്റ്. അപ്പോൾ ചോദിച്ചു അതങ്ങനെ കഴിച്ച് ഞങ്ങൾ 2-ാം മണിക്കൂർ കഴിഞ്ഞ് 3-ാം മണിക്കൂറിലോട്ട് ഞങ്ങൾ കയറി. എന്നിട്ടും നടന്ന് ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. നിങ്ങൾ കാണുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് വെയിലായിട്ട് എനിക്ക് അത് അവിടം വരെ നടക്കണം. ബട്ട് ഇത്രയും ദൂരമുണ്ട് താനും, ചാവും, ഉറപ്പാ ചാവും. അങ്ങനെ മടുത്തറിഞ്ഞ് വീട്ടിലെത്തിപ്പിക്കുന്നത് നിറയെ ഫുഡ്. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു പെട്ടെന്ന് എല്ലാവരും കഴിച്ചിട്ട് പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.